ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ ഫ്ലവറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ ഫ്ലവറാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ്. ഞാനത് സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ ആ ഒരു 9 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ ആ ഒരു പേപ്പർ ഇങ്ങനെ മടക്കുക. ഫസ്റ്റ് ഒന്ന് മടക്കുക കോണോട് കോണായിട്ട്. അതിനുശേഷം ഒന്നും കൂടെ മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു കോണ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കുക. ഫുള്ളായിട്ട് മടക്കാതെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ 2 സൈഡിലേക്കും മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കത്രിക വെച്ചിട്ട് നമ്മുടെ പേപ്പറിനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ആ ഒരു മുകളിലുള്ള ഭാഗം ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പേപ്പർ ഇതേപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു പെറ്റലിൻ്റെ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു പെറ്റൽ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന പോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെറ്റലിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലവറിന് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഹാർട്ട് പോലെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം അത് നമ്മൾ കത്രിക വെച്ചിട്ട് സാധാരണ പെറ്റൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതിലുള്ള ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ മാത്രമാണിത്. ഇതേപോലെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഓരോ പെറ്റലിൻ്റെയും ആ ഒരു സൈഡിലുണ്ടാകുന്ന ആ ഒരു മടക്കുണ്ടല്ലോ, അവിടെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലയാടെ കട്ട് ഉണ്ടാകും. അപ്പോൾ കട്ടുള്ളിടത്ത് ചെയ്യേണ്ട, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈർക്കിലിയാണ്. ഈ ഒരു ഈർക്കിലി വെച്ചിട്ട് നമ്മുടെ പെറ്റൽ, നമ്മുടെ ആ ഒരു ഫ്ലവർ ഇതേപോലെ എടുക്കുക. അതിനുശേഷം ആ ഒരു ഓരോ പെറ്റലിൻ്റെയും ഒരു സൈഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു ഈർക്കിലി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒന്ന് ഈർക്കിലി വെക്കുക. അതിനുശേഷം നമ്മുടെ വിരൽ വെച്ചിട്ട് ആ ഒരു ഈർക്കിലിയിലൂടെ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അതേപോലെ തന്നെ അതേ ഒരു സൈഡിലേക്ക് തന്നെ നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു ഫുൾ ഫ്ലവറിൻ്റെ എല്ലാ പെറ്റലിൻ്റെയും ആ ഒരു സൈഡ് ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം അതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതേ ഞാൻ എല്ലാത്തിൻ്റെയും ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അതേപോലെ തന്നെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ പെറ്റലിലും നല്ല രീതിയിൽ ഒന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ അത് ഫ്ലവർ കീറിപ്പോണ്ട് നോക്കാം. മെല്ലനെ ചെയ്താൽ മതി. എളുപ്പമാണ് ചെയ്യാൻ. നമ്മൾ ഒരു ഫ്ലവർ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 5 ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലത്തെ 5 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പെറ്റലെടുക്കാം. ഒരു ഫ്ലവർ എടുക്കുക. അതിന് ശേഷം ആ ഒരു ഫ്ലവറിൻ്റെ ഒരിടത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് 2 പെറ്റൽ വിട്ടിട്ട് അടുത്ത കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഒന്നിൽ 4 പെറ്റൽസ് ഉണ്ടാവും, ഒന്നിൽ 2 പെറ്റൽസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു 4 പെറ്റൽസ് ഉള്ള ആ ഒരു ഫ്ലവർ നമ്മൾ ഇതേപോലെ ഒന്ന് പിടിക്കുക. അത് തല തിരിച്ചിട്ട് ആ ഒരു ചുരുണ്ട് നിൽക്കുന്ന ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ പിടിക്കുക. അതിന് ശേഷം അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ ഒരു പെറ്റലിൻ്റെ ആ ഒരു സൈഡ് അതിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ 2 പെറ്റലുള്ളതും നേരെ തലതിരിച്ചിട്ട് വേണം പിടിക്കാൻ. ആ ഒരു ചുരുണ്ട് നിൽക്കുന്ന ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് അതിന് ഇതേപോലെ ഒന്ന് വളച്ച് കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ ആ ഒരു കോണ് പോലെ നിൽക്കുന്ന ഭാഗത്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക സിസേഴ്സ് വെച്ചിട്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമുക്കിനി ഓരോ ഫ്ലവേഴ്സും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇതേപോലെ തിരിച്ചിട്ട് വേണേൽ വെക്കാൻ. അപ്പോഴാണ് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പം ഉണ്ടാവുക. ആ ഒരു ചുരുണ്ട് നിൽക്കുന്ന ഭാഗം എപ്പോഴും അടിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും ഒട്ടിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ ആക്കുക. എന്നിട്ട് വേറൊരു ഫ്ലവർ എടുത്ത് അതിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ വീണ്ടും ഗ്ലൂ ആക്കുക. ഇതേപോലെ നമ്മൾക്ക് ടോട്ടൽ 5 പെറ്റൽസ് ആണല്ലോ, 5 ഫ്ലവേഴ്സ് ആണല്ലോ ഉണ്ടായിരുന്നത്. അതിലൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് 2 എണ്ണം ആക്കി. ബാക്കിയുള്ള 4 എണ്ണം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. മുകളിലായിട്ട് ആ ഒരു ഫുള്ളായിട്ടുള്ള ഫ്ലവർ ആ 4 എണ്ണവും ഇതേപോലെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക.
അതിന് ശേഷം ആ ഒരു 4 പെറ്റൽസ് ഉള്ള ആ ഒരു ഇതും ഇതേപോലെ തന്നെ ഒട്ടിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം കുറച്ചൊന്നും ഇങ്ങനെ അമർത്തിയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അതേപോലെ അതിൻ്റെ പിന്നെ അടുത്തതായിട്ട് ആ ഒരു 2 പെറ്റലുള്ള ഫ്ലവറും ഒട്ടിക്കുക. അങ്ങനെ എല്ലാം കൂടെ നമുക്കൊന്ന് മെള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള സ്റ്റെമ്മും ലീഫും അതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5x21 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ട്യൂബ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു ഇറുക്കിൽ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. നേരിയതായിട്ടുള്ള എന്ത് സാധനം ഉപയോഗിക്കാം. ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് അറ്റത്ത് ഗ്ലൂ ആക്കി കൊടുക്കുക, എന്നിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ലീവ്സാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ആണ്. അതും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇതേപോലെ മടക്കുക. ഒരു 10 സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു സൈഡാണ് ഇതേപോലെ പകുതിയാക്കിയിട്ട് മടക്കേണ്ടത്. അങ്ങനെ 2 പ്രാവശ്യം പകുതിയാക്കി മടക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പകുതിയാക്കിയിട്ടാണല്ലോ ഉള്ളത്, അതുകൊണ്ട് ലീഫിൻ്റെ ആ ഒരു പകുതി ഷേപ്പ് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി വരയ്ക്കാണ്ടും വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ പിന്നെ വരച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ ആ ഒരു ലീഫിൻ്റെ പകുതി ഭാഗം മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലീഫിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിലിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലീഫ് ഇതേപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ കത്രിക വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അത് എങ്ങനെ ആ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്, ആ വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഫുൾ ഭാഗവും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ ആ ഒരു ലീഫ് കാണാനുണ്ടാവുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത ഡീറ്റെയിലിങ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലീഫ് ഇതേപോലെ തന്നെ നമ്മൾ പിടിക്കുക. അതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ സിഗ്സാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഫസ്റ്റ് ഇങ്ങോട്ട് മുന്നിലോട്ട് മടക്കിയാൽ അടുത്തത് ബാക്കിലോട്ട് മടക്കുക, പിന്നെ അടുത്തത് വീണ്ടും മുന്നിലോട്ട് മടക്കുക. ആ ഒരു രീതിയിൽ ആ ഒരു ലീഫിനെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒന്ന് മടക്കാം. എന്നിട്ട് നമ്മളതിങ്ങനെ നിവർത്തി കഴിഞ്ഞിട്ട് ആ ഒരു ലീഫ് ഇങ്ങനെ ഫുള്ളായിട്ട് തുറന്ന് കഴിയുമ്പോൾ നമുക്കിതേപോലത്തെ 2 ലീഫ് കിട്ടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം 2 പ്രാവശ്യം മടക്കിയത്. അതുകൊണ്ട് നമുക്ക് 2 ലീവ്സ് കിട്ടി. ഇതേപോലെ 2 ലീവ്സും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആ ഒരു ഫ്ലവറിൻ്റെ താഴെ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്, ആ ഒരു സാധനമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ താഴെ ഉണ്ടാകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ തന്നെയാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു പേപ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ളായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്രിക വെച്ചിട്ട് ഇതേപോലെ ആ ഒരു പേപ്പറിനൊന്ന് മടക്കല്ല കട്ട് ചെയ്യുക. അപ്പോൾ തെറ്റിപ്പോന്നു. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നേരെ ഒന്ന് ഹാഫ് ആവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ലെവലായിട്ട് തന്നെ വരണം. ലെവലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ ഇതേപോലെ ആ ഒരു സെൻറ്ററിലൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ 2 ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുമല്ലോ, ആ ഒരു 2 ഭാഗത്തിന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ആ ഒരു കത്രിക വെച്ചിട്ട് 2 പീസിനെയും ആ ഒരു ഇങ്ങനെ കോണ് പോലെ വരുന്ന ആ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞതൊന്നും തിരിഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു കോണ് പോലത്തെ നിൽക്കുന്ന ഭാഗവും ഒരു ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വലുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ഒരു ഹോള് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മളതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഈ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഫ്ലവറിൻ്റെ താഴെ ഉണ്ടാവുമല്ലോ ആ ഒരു സാധനം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ ആ 2 സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ വരുന്ന ആ ഒരു സാധനം ഇതേപോലെ അതിൻ്റെ ഒരു സൈഡിലൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഹോളാക്കി കൊടുത്തത് നമ്മൾ. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് 4 പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിന് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് 4 പീസ് ഇതേപോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ അടിയത്തെ സാധനം ഇതേപോലെ ഒന്ന് മുകളിലേക്ക് മെല്ലനാക്കുക. കീറി പോവാതെ നോക്കണം. ഇങ്ങനെ ഒന്ന് മെല്ലനാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മുകളിൽ ഇങ്ങനെ ഉടർന്ന് നിൽക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഇതേപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അത് നമ്മുടെ അടിയിലുള്ള ആ ഒരു മറ്റേ സാധനത്തിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്കത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കും, പിന്നെ അത് താഴേക്ക് പോകുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിനെ ഇതേപോലെ ഒന്ന് കൂമി കൊടുക്കുക. ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലെ നമ്മളിങ്ങനെ പിടിക്കില്ലേ, ആ ഒരു രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലവറിന് വേറെ തന്നെ ഒരു ടെക്സ്ചർ കിട്ടും. ഇങ്ങനെ ഒരു റോസാപ്പൂ പോലെയാണ് കാണാൻ അന്നേരം ഉണ്ടാവുക. അങ്ങനെ ഒന്നാക്കിയതിന് ശേഷം വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ആ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ ഒട്ടിച്ച ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലവർ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതേ ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലീഫ് നമ്മുടെ ആ ഒരു ലീഫിൻ്റെ തണ്ട് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റെമ്മിൻ്റെ മുകളിൽ 2 ലീവ്സും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതൊന്നും പിന്നെ അങ്ങനെ വലിയ പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു 2 ലീഫും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒട്ടിയത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ആ ഒരു ലീഫിനെ ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫ്ലവർ മൊത്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഭയങ്കര സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ലീഫും ഒക്കെ വന്നപ്പോൾ ശരിയായിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ഫ്ലവർ പോലെ തന്നെ ഉണ്ട്, റിയൽ ആയിട്ടുള്ള ഫ്ലവർ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.